കഴക്കൂട്ടത്ത് ജോലി വാഗ്ദാനം നൽകി യുവതിയെ സ്പായിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയായ ഇടനിലക്കാരി പിടിയിലായി. ആലപ്പുഴ മാന്നാർ സ്വദേശിനിയായ അശ്വതിയെ കഴക്കൂട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് സ്വദേശിനിയായ 24-കാരിയെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം നൽകി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത് അശ്വതിയായിരുന്നു. എന്നാൽ യുവതിയെ സ്പായിലെത്തിച്ച ശേഷം ഒന്നാം പ്രതിയായ CPIM നേതാവിന് പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തത് അശ്വതിയാണെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് CPIM ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവുമായ ജിപ്സണെ പോലീസ് അറസ്റ്റ് ചെയ്തത്. താൻ ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ യുവതി സ്പായിൽ വെച്ച് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ ബലമായി മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട യുവതി ബന്ധുവീട്ടിലെത്തി വിവരം അറിയിച്ചതോടെയാണ് ക്രൂരമായ പീഡന വിവരം പുറംലോകമറിഞ്ഞത്. സ്പായിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികളുടെ പങ്ക് വ്യക്തമായതോടെ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. കേസിൽ രണ്ടാം പ്രതിയായ സ്പാ ജീവനക്കാരിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മുഖ്യപ്രതി ജിപ്സണെ കോടതി നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ ഉൾപ്പെട്ട കേസായതിനാൽ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. സ്പാ കേന്ദ്രീകരിച്ച് നടന്ന മറ്റ് ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം സ്പായിൽ മസാജിനെത്തിയ ജിപ്സണും മറ്റ് ചിലരും ചേർന്നുകൊണ്ട് മുറിയിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ പിന്നീട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട യുവതി ബന്ധുവീട്ടിലെത്തുകയും ഭർത്താവിനെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സ്പായിലെ ക്യാമറ പരിശോധിച്ച ശേഷമാണ് ജിപ്സണെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം മറ്റാർക്കെങ്കിലും ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യവും ഇത്തരത്തിൽ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ജോലി വാഗ്ദാനം നൽകിയാണ് യുവതിയെ ഇവിടെ എത്തിച്ചത്. ഇതൊരു ചതിയാണെന്ന് യുവതിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ യുവതിയെ ഉപദ്രവിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. കഷ്ടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു യുവതി ചെയ്തത്. ഉടൻ തന്നെ ഭർത്താവിനെ വിവരം അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. അതേസമയം അശ്വതിയാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ രണ്ടാം പ്രതിക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിപ്സണെ. സംസാരത്തിനിടയിലാണ് ഇത്തരത്തിൽ ഉപദ്രവിക്കാനുള്ള ശ്രമം ഉണ്ടായത്. താൻ ചതിക്കപ്പെടുകയാണെന്ന് യുവതി തിരിച്ചറിയുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഇവരുടെ ഉപദ്രവവും ഉണ്ടായി. ഉടൻ തന്നെ ഓടി രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു യുവതി.